കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. All the best. Hi all, welcome to IGNO Focus 5.0. IGNO previous year question paper and ultimate analysis on your whole session. In this session, we are discussing BA Economics paper BECC 101. സോ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഒരു ഗൈഡ് ലൈൻസ് ആണ് നമ്മുടെ ലേണേഴ്സിന് ഈ ഡിസംബർ TE പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ നമ്മൾ ഒഫീഷ്യൽ സിലബസും അതോടൊപ്പം തന്നെ പാസ്റ്റ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഫോമാറ്റ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അനലൈസ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സെഷന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ സിലബസ് മാപ്പിംഗ് ആണ്. ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടും ടോപ്പിക്സിനൊക്കെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡിഫറെന്റ് പാറ്റേൺസ് ഓഫ് എക്സാം ക്വസ്റ്റ്യൻ ഫോമാറ്റ് ഉണ്ട്, അതിനൊക്കെ ഒരു അനാലിസിസും അതോടൊപ്പം റെക്കറന്റ് ആയിട്ട് പാസ്റ്റ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു റിവ്യൂ ആൻഡ് അലോങ് വിത്ത് ഈ ഒരു ഡിസംബറിലോട്ടേക്ക് പ്രോബബിൾ ആയിട്ടുള്ള സം ടോപ്പിക്സും അതിന്റെ ഒരു പ്രഡിക്ഷൻസും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു സെഷന്റെ എൻഡിൽ നമ്മൾ ഒരു മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇഗ്നോയുടെ തന്നെ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ മിറർ ചെയ്ത് ഉണ്ടാക്കിയ ഒരു പേപ്പറാണ്. ഇതിന്റെ ആൻസേഴ്സും അതുപോലെ തന്നെ മാർക്കിംഗ് സ്കീമും നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. സോ സിലബസ് മാപ്പിംഗ് നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ സം ടോപ്പിക്സിനെ നമ്മൾ ഹൈ റെലവെന്റ് ആയിട്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, ഹൈ ടു ലോ റെലവെന്റ്. സോ ഹൈ റെലവെന്റ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള പാസ്റ്റ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 10 ടൈംസോളം അപ്പിയറൻസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മീഡിയം റെലവൻസ് എന്ന് പറയുമ്പോൾ ഒരു 5 to 9 അപ്പിയറൻസസ്. അതുപോലെ തന്നെ ലോ റെലവൻസ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 5 അപ്പിയറൻസ് ആണ്. സോ നമുക്ക് സിലബസ് മാപ്പിംഗ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ടോപ്പിക് സ്കാർസിറ്റി സെൻട്രൽ പ്രോബ്ലംസ് PPC എക്കണോമിക് സിസ്റ്റം 5 ടൈംസ് അപ്പിയർഡ് ആണ്. മീഡിയം കാറ്റഗറി. ഡിമാൻഡ് സപ്ലൈ സ്കെഡ്യൂൾസ് ലോസ് ആൻഡ് മാർക്കറ്റ് ഇക്വിലിബ്രിയം 11 ടൈംസ് അപ്പിയർഡ് ആണ്. ഹൈ റെലവെന്റ് ആണ്. പ്രൈസ് കൺട്രോൾസ് ടാക്സ് സബ്സിഡീസ് ഇലാസ്റ്റിസിറ്റീസ് ഇൻ പ്രാക്ടീസ് 7 ടൈംസ് അപ്പിയർഡ് ആണ്. മീഡിയം കാറ്റഗറി ആണ്. കാർഡിനൽ യൂട്ടിലിറ്റി മാർജിനൽ യൂട്ടിലിറ്റി കൺസ്യൂമർ സർപ്ലസ് 10 ടൈംസ് അപ്പിയർഡ് ആണ്. ഹൈ റെലവെന്റ് ആണ്. ഇൻഡിഫറൻസ് കർവ് ബജറ്റ് ലൈൻ കൺസ്യൂമർ ഇക്വിലിബ്രിയം 14 ടൈംസ് അപ്പിയർഡ് ആണ്. ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ TP AP MP മാർജിനൽ പ്രൊഡക്ഷനും ആവറേജ് പ്രൊഡക്ഷനും ടോട്ടൽ പ്രൊഡക്ഷൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് 7 ടൈംസ് അപ്പിയർഡ് ആണ്. മീഡിയം കാറ്റഗറി ആണ്. ലോങ് റൺ പ്രൊഡക്ഷൻ ഐസോകൈൻസും റിട്ടേൺ ടു സ്കെയിലും 8 ടൈംസ് അപ്പിയർഡ് ആണ്. മീഡിയം കാറ്റഗറി ആണ്. കോസ്റ്റ് കോൺസെപ്റ്റ് SR ആൻഡ് LR കോസ്റ്റ് കർവ്സ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ 13 ടൈംസ് അപ്പിയർഡ് ആണ്. ഹൈ കാറ്റഗറി ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഫേം ആൻഡ് ഇൻഡസ്ട്രി ഇക്വിലിബ്രിയം 12 ടൈംസ് അപ്പിയർഡ് ആണ്. ഹൈ കാറ്റഗറി ആണ്. മോണോപ്പൊളി പ്രൈസ് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി MR ലിങ്ക് ഡെഡ് വെയ്റ്റ് ലോസ് 11 ടൈംസ് അപ്പിയർഡ് ആണ്. ഹൈ കാറ്റഗറി ആണ്. മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ സെല്ലിംഗ് കോസ്റ്റ് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ 9 ടൈംസ് അപ്പിയർഡ് ആണ്. മീഡിയം കാറ്റഗറി ആണ്. ഒലിഗോപോളി കാർട്ടൽ കിങ് ടു ഡിമാൻഡ് പ്രൈസ് ലീഡർഷിപ്പ് 7 ടൈംസ് അപ്പിയർഡ് ആണ്. മീഡിയം കാറ്റഗറി ആണ്. മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഫാക്ടർ പ്രൈസിംഗ് 7 ടൈംസ് അപ്പിയർഡ് ആണ്. മീഡിയം കാറ്റഗറി ആണ്. ലേബർ ഡിമാൻഡ് സപ്ലൈ വേജ് ഡിറ്റർമിനേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് ടേക്സ് 6 ടൈംസ് അപ്പിയർഡ് ആണ്. മീഡിയം കാറ്റഗറി ആണ്. ലാൻഡ് റെന്റ് തിയറീസ് ക്വാസി റെന്റ് 4 ടൈംസ് അപ്പിയർഡ് ആണ്. ലോ കാറ്റഗറി ആണ്. വെൽഫെയർ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ സർപ്ലസ് മെഷേഴ്സ് 8 ടൈംസ് അപ്പിയർഡ് ആണ്. മീഡിയം കാറ്റഗറി ആണ്. എക്സ്റ്റേണാലിറ്റീസ് പബ്ലിക് ഗൂഡ്സ് മാർക്കറ്റ് ഫെയിലിയർ പോളിസി ടൂൾസ് 10 ടൈംസ് അപ്പിയർഡ് ആണ്. ഹൈ കാറ്റഗറി ആണ്. ഇനി നമുക്ക് ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള സം അനാലിസിസ് നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഓരോ ബ്ലോക്കും അതിന്റെ ഒരു ബാർ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബ്ലോക്ക് 4 ഇസ് ഹൈലി ഇമ്പോർട്ടന്റ്, ഫോളോഡ് ബൈ ബ്ലോക്ക് 3, ബ്ലോക്ക് 2, ബ്ലോക്ക് 1, ബ്ലോക്ക് 6 ആൻഡ് ബ്ലോക്ക് 5. ഇവിടെ ഒരു ഹീറ്റ് മാപ്പ് റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് 5 ഇസ് ഇമ്പോർട്ടന്റ്. യൂണിറ്റ് 8, യൂണിറ്റ് 9, 10, യൂണിറ്റ് 17 അതുപോലെ യൂണിറ്റ് 2 കമ്പാരിറ്റീവ്ലി അതർ യൂണിറ്റിനെക്കാട്ടിലും കുറച്ച് ഹൈ റെലവെന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ്. ഇനി കുറച്ച് ഹൈ ഈൽഡ് ആയിട്ടുള്ള ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സം ടോപ്പിക്സുകൾ നമുക്ക് നോക്കാം. ഒരു 10 to 15 മാർക്ക് വരുന്ന കൈൻഡ് ഓഫ് ടോപ്പിക്സുകളാണ്. കൺസ്യൂമർ ഇക്വിലിബ്രിയം വിത്ത് ഇൻഡിഫറൻസ് കർവ്സ്, പ്രൊഡക്ഷൻ കോസ്റ്റ് കോൺസെപ്റ്റ്സ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മൊണോപ്പൊളി, പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ വിത്ത് ഡയഗ്രാംസ്. സോ ഡയഗ്രാംസ് അറ്റാച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് ചെയ്ത് ആ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്യിക്കണം. ഓക്കെ, സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിനെ ഒരു ഈസി വേയിൽ അപ്രോച്ച് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഡിഫറെന്റ് ആയിട്ടുള്ള എക്സാം പാറ്റേൺസ് ഒന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. 20 മാർക്സ് ആണ് സാധാരണ കണ്ടുവരാറ്. 400 to
ഒരു 500 വേർഡ് ലിമിറ്റിൽ എഴുതണം. ദാറ്റ് ഇസ് ദ കീവേഡ്. 20 മാർക്സ് ആണ് ദ വേർഡ് ലിമിറ്റ്. മീഡിയം അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് അതിനകത്ത് അതിന്റെ കോൺസെപ്റ്റും ആപ്ലിക്കേഷൻസും ഒക്കെയാണ് എഴുതേണ്ടത്. 12 മാർക്സ് ആണ്. അറൌണ്ട് 200 to 250 വേർഡ് ലിമിറ്റിനകത്ത് എഴുതി തീർക്കണം. നെക്സ്റ്റ് 12 മാർക്ക് ഷോർട്ട് നോട്ട്സ് ആണ്. ഇതും 12 മാർക്സിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു 50 to 75 വേർഡ്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഷോർട്ട് കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് ആണ്. 6 മാർക്സിന്റെ ആണ്. 80 to 120 ക്വസ്റ്റ്യൻസ് ആൻഡ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് 12 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ MCQs ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒന്നും ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിൽ കണ്ടുവരുന്നില്ല. ലോങ് എസ്സേസ് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു, കീവേഡ് എന്ന് പറയുന്നത് 20 മാർക്സും അതുപോലെ തന്നെ അതിന്റെ വേർഡ് ലിമിറ്റ് ആണ് 400 to 500 ലിമിറ്റ്. സോ ഒരു 2 to 3 പാർട്സ് ആയിട്ട് നമ്മൾ ഇതിനെ കാണണം. ഫസ്റ്റിന്റെ ഡെഫിനിഷൻസ്, പിന്നെ ഒരു ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷൻസ്, അതിന്റെ കീ ഫീച്ചേഴ്സും അസംഷൻസും. ഇങ്ങനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. സോ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, ഒരു ബോഡി പാർട്ട് കാണും, അതുപോലെ തന്നെ ഒരു കൺക്ലൂഷൻ പാർട്ട് കാണും. നെക്സ്റ്റ് ടൈപ്പ് ആണ് മീഡിയം അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ്. 12 മാർക്കിനാണ്. 200 to 250 വേർഡ്സിനാണ്. ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി നമുക്ക് നന്നായിട്ട് വേണം. ആ ഒരു കോൺസെപ്റ്റും അതിന്റെ ഫീച്ചേഴ്സുമാണ് ഇതിനകത്ത് ആൻസർ ആയിട്ട് വേണ്ടത്. ഷോർട്ട് നോട്ട്സ് 12 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 80 to 100 വേർഡ്സ് ലിമിറ്റിനുള്ളതാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. ഷോർട്ട് കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് ഇതും തന്നെ 80 to 120 വേർഡ്സിനകത്താണ്. കൺസെപ്റ്റും ക്ലാരിറ്റി നന്നായിട്ട് വേണം ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിനകത്ത്. ഇനി നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ 15 ആണ് ഒരു ടോട്ടൽ ഷെയർ ആൻഡ് ആവറേജ് സ്കോർ. സെക്കൻഡ് ബ്ലോക്ക് 16 ആണ്. ബ്ലോക്ക് 3 19 ആണ്. ബ്ലോക്ക് 4 ഹൈലി ഇമ്പോർട്ടന്റ് ആണ്, 26% ആണ്. ബ്ലോക്ക് 5 11%ഓളം ഉണ്ട്. ബ്ലോക്ക് 6 30% ആണ്. നെക്സ്റ്റ് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റിന്റെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ 21 തൊട്ട് 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ ഫോർമാറ്റും ഒരു സ്റ്റഡി ഫോമിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. സോ ഹൈലി ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഓരോ ടോപ്പിക്സിനകത്ത് നിന്നുകൊണ്ട് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ ഒരു ആൻസർ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ എങ്ങനെയാണ് ഡിഫറെന്റ് പാറ്റേൺസ് അനലൈസ് ചെയ്യുന്നത്? സോ നമ്മൾ ഹൈ റെലവെന്റ് ആയിട്ടുള്ള സം ടോപ്പിക്സ് കണ്ടു. അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ഒരു ലോങ് ആൻസറും മീഡിയം ആൻസർ ഷോർട്ട് നോട്ടിൽ കൈൻഡിൽ. കാരണം എങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അതിനെല്ലാം കണ്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ കുറച്ചും കൂടെ സെയിം ഫോർമാറ്റിൽ ഡിഫറെന്റ് ആപ്ലിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. സ്ട്രാറ്റജിക് ആയിട്ട് ഇതിനെ എങ്ങനെ നമ്മൾ അഡ്രസ് ചെയ്യാൻ ചോദിക്കുന്നത് 3 അവേഴ്സിന്റെ പേപ്പർ ആണ്, 100 സ്കോർ ആണ്. സോ ഒരു 20 മാർക്ക് എസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ 70 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യണം. 12 മാർക്ക് ക്വസ്റ്റ്യൻ ഒരു 80 മിനിറ്റ്സ് നമ്മൾ സ്പെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ 6 മാർക്ക് ക്വസ്റ്റ്യൻസിന് ഒരു 20 മിനിറ്റ്സ്. ഇങ്ങനെ ഡിഫറെന്റ് ടൈം ലിമിറ്റിനകത്ത് നിന്ന് വേണം നമ്മൾ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റിനെ എഴുതി തീർക്കാൻ വേണ്ടിയിട്ട്. ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പ് 10 questions നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് ഷോ ഹൗ ദ ഡിമാൻഡ് കർവ് ഇസ് ഡിറൈവ്ഡ്. ബ്രീഫ്ലി ഡിസ്കസ് എനി എക്സ്പെക്ടേഷൻസ്. 7 times appeared ആണ്. ഡിഫറെന്റ് പ്രൈസ് elasticity of demand and explain its major types with suitable diagrams or examples. 6 times appeared ആണ്. Using indifference curves and budget line, explain how a consumer reaches equilibrium. 6 times appeared ആണ്. State and explain the law of diminishing marginal utility, show how it underlines the demand curve. 5 times appeared ആണ്. Explain the law of variable proportions with a suitable diagram. 5 times appeared ആണ്. Discuss short run and long run cost concept and derive the main cost curves. Show their relationships. 5 times appeared ആണ്. Explain price and output determination under perfect competition in the short run and long run. 6 times appeared ആണ്. Explain price output determination under monopoly and illustrate the dead weight laws of monopoly. 6 times appeared ആണ്. What are externalities? Explain how they led to market failure and suggest corrective policies. 4 times appeared ആണ്. Explain welfare under perfect competition using consumer and producer surplus concept. 4 times appeared ആണ്. ഇനി നമ്മൾ ഡിഫറെന്റ് ബ്ലോക്കിന്റെ ഒരു ഫ്രീക്വൻസി ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് ഡിമാൻഡ് കർവ് 7 times appeared ആണ്. 13 ആണ് ആവറേജ് സ്കോർ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി 6 times appeared ആണ്. 12 ആണ് ആവറേജ് സ്കോർ. ഇൻഡിഫറൻസ് കർവ്സ് 6 times appeared ആണ്. 14 ആണ് ആവറേജ് സ്കോർ. Diminishing marginal utility demand, law of variable proportions, short run and long run cost curves. 5 ആണ് appearance പറയുന്നത്. 12 to 14 times ആണ്, അല്ലെങ്കിൽ 14 ആണ് average score എന്ന് പറയുന്നത്. Perfect competition and price output equilibrium, monopoly pricing, dead weight loss. 6 times appeared ആണ്. 15 ആണ് average score. Externalities and market failure, welfare consumer and producer surplus. 4 times appeared ആണ്. 10 ആണ് average score. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ പിജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം.
36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. ഇനി നമ്മൾ എങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു ടെംപ്ലേറ്റ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോമാറ്റ് പരിചയപ്പെട്ടു. അതിനകത്ത് വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള കോർ ടോപ്പിക്സ് ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ടു ലോങ് ടൈപ്പിലെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ സെറ്റ് ചെയ്യണം. ഇതിന്റെ ഡെഫിനേഷൻസ്, കോർ എക്സാമ്പിൾസ്, ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ട് ഒരു 2 to 3 ലൈൻ കൺക്ലൂഷനോട് കൂടിയിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കണം. 2 തവണയെങ്കിലും നിങ്ങൾ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ടോപ്പ് 10 റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു 40% അത് തന്നെയാണ് റിപ്പീറ്റ് ആയി ചോദിക്കുന്നത്. 60% ന്യൂ ക്വസ്റ്റ്യൻസ് വീണ്ടും ഇല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഒരു 14 എന്ന് പറയുന്ന ഒരു ബിഗ് എമൗണ്ട് തന്നെയാണ്. നന്നായിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നല്ലൊരു സ്കോർ നമുക്ക് കിട്ടും. ഇനി ഈ ഒരു ടിയിലോട്ടേക്ക് എക്സ്പെക്ടഡ് ആയിട്ടുള്ള സം ക്വസ്റ്റ്യൻ ഫോമാറ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു പ്രോബബിലിറ്റി അനാലിസിസ് ആണ്, ടേബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ടോപ്പിക്സ് scarcity central problems, 14 ആണ് ഒരു ചാൻസ് മീഡിയം കാറ്റഗറി. ഡിമാൻഡ് സപ്ലൈ അനാലിസിസ്, മാർക്കറ്റ് എക്വിലിബ്രിയം 80 ചാൻസ് ഉണ്ട് ഹൈ കാറ്റഗറി ആണ്. പ്രൈസ് കൺട്രോൾ, ടാക്സസ്, സബ്സിഡീസ്, ഇലാസ്റ്റിസിറ്റീസ് ഇൻ പ്രാക്ടീസസ് 60 ചാൻസ് ഉണ്ട് മീഡിയം കാറ്റഗറി ആണ്. കാർഡിനൽ യൂട്ടിലിറ്റി, ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, കൺസ്യൂമർ സർപ്ലസ് 70 ചാൻസ് ഉണ്ട് ഹൈ കാറ്റഗറി ആണ്. ഇൻഡിഫറൻസ് കർവ്സ്, ബജറ്റ് ലൈൻ, കൺസ്യൂമർ ഇക്വിലിബ്രിയം 90 ചാൻസ് ഉണ്ട് ഹൈ കാറ്റഗറി ആണ്. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് 70 ചാൻസ് ഉണ്ട് ഹൈ കാറ്റഗറി ആണ്. ലോങ് റൺ പ്രൊഡക്ഷൻ, ഐസോകൈൻസ്, റിട്ടേൺ ടു സ്കെയിൽ 60 ചാൻസ് ഉണ്ട് മീഡിയം കാറ്റഗറി ആണ്. കോസ്റ്റ് കോൺസെപ്റ്റ്, SR ആൻഡ് LR കോസ്റ്റ് കർവ്സ് 90 ചാൻസ് ഉണ്ട് ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഫോം ആൻഡ് ഇൻഡസ്ട്രി ഇക്വിലിബ്രിയം 80 ചാൻസ് ഉണ്ട് ഹൈ കാറ്റഗറി ആണ്. മൊണോപ്പൊളി, പ്രൈസ് ഔട്ട്പുട്ട് ഡിസിഷൻസ് ആൻഡ് ഡെഡ് വെയ്റ്റ് ലോസ് 80% ചാൻസ് ഉണ്ട് ഹൈ കാറ്റഗറി ആണ്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, സെല്ലിംഗ് കോസ്റ്റ്, പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ 60 ചാൻസ് ഉണ്ട് മീഡിയം കാറ്റഗറി ആണ്. ഒളിഗോപോളി, കാർട്ടൽസ്, കിങ് ഡിമാൻഡ്, പ്രൈസ് ലീഡർഷിപ്പ് 50 ചാൻസ് ഉണ്ട് മീഡിയം കാറ്റഗറി ആണ്. മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ആൻഡ് ഫാക്ടർ പ്രൈസിംഗ് ബേസിക്സ് 50 ചാൻസ് ഉണ്ട് മീഡിയം കാറ്റഗറി ആണ്. ലേബർ ഡിമാൻഡ് സപ്ലൈ, വേജ് ഡിറ്റർമിനേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് ടൈപ്സ് 40 ചാൻസ് ഉണ്ട് മീഡിയം കാറ്റഗറി ആണ്. റെന്റ് തിയറീസ്, ലാൻഡ് ആൻഡ് ക്വാസി റെന്റ് 30% ചാൻസ് ഉണ്ട് ലോ കാറ്റഗറി ആണ്. വെൽഫെയർ ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, സർപ്ലസ് മെഷേഴ്സ് 60 ചാൻസ് ഉണ്ട് മീഡിയം കാറ്റഗറി ആണ്. എക്സ്റ്റേണാലിറ്റീസ്, പബ്ലിക് ഗൂഡ്സ്, മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് പോളിസീസ് 70 ചാൻസ് ഉണ്ട് ഹൈ കാറ്റഗറി ആണ്. സോ ഹൈ കാറ്റഗറി എന്ന് പറയുമ്പോൾ 70%ഓളം പാസ്റ്റ് ഇയേഴ്സ് ചോദിച്ചിട്ടുണ്ട്. മീഡിയം എന്ന് പറയുമ്പോൾ 40 to 69% ചോദിച്ചിട്ടുണ്ട്. ലോ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 40%ഓളം അപ്പിയറൻസ് ഉള്ള ടോപ്പിക്സ് ആണ്. ഇനി ഹൈ ആൻഡ് മീഡിയം ടോപ്പിക്സുകൾ നമ്മൾ എങ്ങനെയാണ് അതിനെ ചൂസ് ചെയ്തിട്ടുള്ളത്? അതൊരു 10 പേപ്പേഴ്സിൽ മിനിമം ഒരു 4 ടൈംസ് എങ്കിലും അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 to 12 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് അത് ചോദിച്ചിട്ടുള്ളത്. diminishing marginal utility, indifference curves, law of variable proportions, long run productions, cost curves ഇതുമായി ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടോപ്പിക്സുകളാണ് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇക്വിലിബ്രിയം, മോണോപോളി പ്രൈസിംഗ് ആൻഡ് ഡെഡ് വെയ്റ്റ് ലോസ്, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഫീച്ചേഴ്സ്, ഒളിഗോപോളി മോഡൽസ്, മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി, ലേബർ മാർക്കറ്റ്, വേജ് അപ്പിയർഡ്, വെൽഫെയർ ആൻഡ് സർപ്ലസ് കോൺസെപ്റ്റ്സ്, എക്സ്റ്റേണാലിറ്റീസ്, പബ്ലിക് ഗുഡ്, മാർക്കറ്റ് ഫെയിലിയർ. ഇനി ഹൈ പ്രയോറിറ്റിയിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിനെ നമ്മൾ ബ്ലോക്ക് 1 ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അതുപോലെ കാർഡിനൽ ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി, എക്സ്റ്റേണാലിറ്റീസ് ഒക്കെയാണ്. ഫുൾ ലെങ്ത്തിൽ ഒരു 12 to 20 മാർക്കിന്റെ ഫോമാറ്റ് നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഡയഗ്രാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. മീഡിയം എന്ന് പറയുമ്പോൾ 40 to 69% ചാൻസ് ഉള്ളതാണ്. PPC, പ്രൈസ് കൺട്രോൾ, ലോങ് റൺ ഒക്കെയാണ്. ടീച്ച് ബാക്ക് മെത്തേഡുള്ള നന്നായിട്ട് പഠിക്കുക. ഒരു 6 to 12 മാർക്കിന്റെ വേർഷൻ ആയിട്ട് തന്നെ നമ്മൾ ആൻസർ പ്രാക്ടീസ് ചെയ്യണം. ലോ പ്രോബബിലിറ്റി ഉള്ളത് ഒരു 40% അപ്പയർഡ് ആണ്. അപ്പം അതിലൊരു കോൺസെപ്റ്റ് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതിനൊരു 2 to 3 ബുള്ളറ്റിൻ പോയിന്റ്സ് തന്നെ നന്നായിട്ട് പഠിച്ചു വെക്കണം. നമ്മുടെ മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിന്റെ ആൻസേഴ്സ് ലേൺവൈസ് മാപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യണം. സോ ടൈം 3 hours ആണ്. സ്കോർ 100 ആണ്. ഇൻസ്ട്രക്ഷൻസ് നിർബന്ധമായും വായിച്ചിരിക്കണം. ആൻസർ ക്വസ്റ്റ്യൻ ഫ്രോം ഈച്ച് സെക്ഷൻ ആസ് പെർ ഇൻസ്ട്രക്ഷൻ ഗിവൺ. സെക്ഷൻ എ ആൻസർ എനി 2 questions. Section B answer any 4 questions. Section C answer both the questions. Section A, how does the concept of opportunity cost help in explaining the shape of a production possibility curve? Illustrate briefly with the numerical examples. Examples നിർബന്ധമാണ്. Distinguish between the following: consumer surplus and producer surplus, microeconomics and macroeconomics. Using suitable diagrams, examine the incidence of an exercise tax in the following situations. When the demand curve is perfectly elastic and the supply curve is upward sloping. When the supply curve is perfectly elastic and the demand curve is downward sloping. In each case, comment on who bears the tax burden.
Second one, state the law of diminishing marginal utility, construct a hypothetical schedule for total and marginal utility of a good, and using it, explain why the marginal utility curve supports a downward sloping demand curve. Second one, define the substitution effect and the income effect of a price change. Using Hicksian decomposition, illustrate on an indifference map how this effect operates when the price of a normal good falls. Third, a firm's production function is given by Q is equal to BL 0.6 and K 0.4, where B is greater than 0. Which type of return to scale does this technology exhibit? And justify your answer. Third question is part 1. A typical short-run production function is said to pass through 3 stages. Explain each stage with the help of total, average, and marginal product curves. Second, what is a firm's expansion path? Derive the expansion path for a Cobb-Douglas production function under consistent input prices by using an isocost diagram. Third part, distinguish between internal economies and diseconomies of scale on one hand and external economies and diseconomies on other hand. Give one example. Now, the question on explain relationship between long run marginal cost curve and long run average cost. How can LAC derived from the family of a short run average cost curve? First part, a perfectly competitive firm faces a market price P is equal to 5 and marginal cost MC for Q minus 9, but Q denote output. The slope of the MC curve is MC divided by DQ is equal to 4.10. Determine the profit maximization level of output of the firm. And if the total cost function of the firm is given by TZ equal to 2Q2 minus 9Q plus 25, compute the firm's profit or loss at this output level and comment on whether it will continue to produce in the short run. Section B, fifth one. Why does the imposition of a unit tax on a competitive market typically create a dead-weight loss? Discuss any 2 factors that determine the size of this loss. The supply of labor for a particular occupation is given, LS is equal to AW, and the demand for labor is given by LD is equal to 176 minus AW. Where W is the wage rate. Find the free market equilibrium wage rate and level of employment. Suppose the government now fixes a minimum wage of 10 per hour. How many workers will be employed? What kind of employment, if any, will arise? Sixth one, if a consumer considers 2 brands of a tea to be perfect substitute, what will her indifference curve look like? Explain how the equilibrium boundary is determined when both goods have the same price and when their prices differ. Second part, draw the income consumption curve and the corresponding angel curve for good X, assuming Px is equal to 15, Py is equal to 20, and money income is equal to 150, 300, and 450. Assume X is a normal good. Explain the shape of both curves. Seventh one, with the help of a suitable diagrams, compare the Selsky and Hicks decomposition of the price effect for a normal good. In what way do the 2 methods treat real income differently, and how does this affect the measured substitution effect? Eighth one, what is meant by productive efficiency in a long period? Briefly relate it to the position of long run average cost curve. Using isokind analysis, explain increasing return to scale, constant return to scale, and decreasing return to scale. Show with the help of a diagram how the spacing of isokinds along a ray from the origin reflect each of these cases. Ninth one, distinguish between collusive and non-collusive behavior in an oligopolistic market. Give one real-world example of each type of a behavior. Second part, consider duopoly market with 2 identical firms producing a homogeneous product at 0 cost. Market demand is given by P is equal to 24 minus Q, where Q എന്ന് പറയുന്നത് Q1 plus Q2 ആണ് as a total output. Assuming that the firms play a corner quantity game, derive the equilibrium output of each firm and the resulting market price. 10th one, write a short note on the following. 6 plus 6, 12 ആണ് the average score. So, price leadership as a form of oligopolistic coordination. Second part is second theorem of welfare economics. Section C, what is meant by market failure? Explain how either public good or asymmetric information can lead to a divergence between private and the social optima. 12th one, explain briefly how the condition for consumer utility, maximization, and firm profit minimization together contribute to a Pareto efficient allocation of a resources in a simple general equilibrium framework. So, your question ആൻസേഴ്സും അതുപോലെ മാർക്കിംഗ് സ്ട്രക്ചറും ലെവൽസിന്റെ ആപ്പിനകത്തുണ്ട്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, നന്നായിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. സോ ഓൾ ദ വെരി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.